നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു നാണക്കേടാണെന്നോ, എന്തൊരു മനുഷ്യന്മാരാണ് നമ്മൾ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കില്ലേ ഈ ടി വി ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഈ അഫാൻ എന്ന് പറയുന്ന ആ ഒരു നാറിൻ്റെ മുഖം തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അഫാൻ്റെ ഉമ്മ പറയുന്നുണ്ട് പോലും, എനിക്കെൻ്റെ മോനെ കാണണം, എനിക്കെൻ്റെ മോനെ കാണണം. എന്ത് തേങ്ങാ കൊലയാ മോൻ? അല്ല, ഈ മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണോ മാതൃസ്നേഹം? അവനാണ് അടിച്ചിട്ട് പണിയൊരുക്കി വിട്ടിട്ട് ഇനിയും എൻ്റെ മോനെ കാണണം, ഇനിയും എൻ്റെ മോനെ കാണണം. ഈ സ്ത്രീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ 3 ദിവസം കഴിഞ്ഞാൽ ആശുപത്രി വിടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ബാക്കിയുള്ള ആളുടെ മരണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇത്രയും ബോധം വന്നിട്ടും തൻ്റെ ഇളയ കുഞ്ഞും മരിച്ചു. അവനെങ്ങനെയാണ് മരിച്ചതെന്ന് അവർ പറഞ്ഞിട്ടില്ല. എൻ്റെ ഇളയ കുഞ്ഞും പോയി എന്നാലെങ്കിലും പറയണ്ടേ, എൻ്റെ മകനാണ് ഈ ദുരന്തത്തിന് കാരണം, എൻ്റെ മകനാണ് എന്നെ അടിച്ച് നിലത്തിട്ടത് എന്ന് പറയാനുള്ള ഒരു എന്ത് മാതൃഹൃദയമാണിത്? ഇത്രത്തോളം മാതാവ് സ്നേഹിക്കണ ആ ചെക്കനെ സ്നേഹിച്ചിട്ടാണ് ഈ കോലത്തിലാക്കിയെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ബാപ്പി അറിയാതെയും അല്ലാതെയും ഇല്ലാതെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ ഈ ചെറുക്കന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഈ കുടുംബം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. മക്കളോട് സ്നേഹം വേണം, നമ്മൾ മക്കളോട് സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇമ്മാതിരി സ്നേഹം മക്കളോട് പാടില്ല. അതായത് ഇതൊരു തോന്നിയവാസ സ്നേഹമായി പോയി. ഇത്രയും ഒരു നശൂലത്തിനാ. അതായത് ഈ ചെറുക്കൻ ഇനി പുറത്ത് വിട്ട് കഴിഞ്ഞാലുള്ള സംഭവം എന്തായിരിക്കും? ഈ ചെറുക്കനെങ്ങാനും ഇനി ആരെങ്കിലും ജാമ്യത്തിൽ എടുത്തിട്ട് ഇനിയിപ്പോഴും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മകനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിൽ നിന്ന് വീണതാണെന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ശരിയല്ല. മോനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം മൊഴി മാറ്റി പറഞ്ഞ് അവനെങ്ങാനും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ തന്തേൻ്റെയും തള്ളേൻ്റെയും കാര്യം പോക്കാന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പോഴേ നമ്മളൊക്കെ കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ലത്തീഫ് ആയാലും അല്ലെങ്കിൽ തന്നെ ഉമ്മയായാലും മറ്റവരായി കഴിഞ്ഞാലും ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എല്ലാവരും ഇവനെ ശല്യപ്പെടുത്തതാണ്. അതായത് ഈ തള്ളയും മകനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആർഭാടത്തിലാണ് ജീവിച്ചു പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാപ്പയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ചില്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ പൈസ മുഴുവൻ പോയി. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മക്കളോട് പറയണ്ടേ, ഇനി എനിക്ക് ചിലവാക്കാൻ പൈസ ഇല്ല കേട്ടാ, ഇത്ര മാത്രമേ പൈസയുള്ളൂ എന്ന്. ഇനി പറഞ്ഞിട്ടൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും മക്കളും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കടം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് വന്ന് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരാം. എന്നാലും ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും ഈ 65 ലക്ഷം റുപ്യൊന്നും കടാവില്ലല്ലോ. അങ്ങനെ കടം കൊടുത്തവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളാണ്. അതായത് കടം കൊടുത്തവരാണ് ഇതിനൊക്കെ കാരണം. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ എല്ലാവരും കളിയാക്കിയതുകൊണ്ട് ഇവൻ എല്ലാവരെയും തലക്കം കടിച്ചു. നാണോ മാനോ ഉളുപ്പും ഉണ്ടോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു പാവം പെൺകുട്ടി അതിൻ്റെ അച്ഛൻ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിച്ച ഒരു മാല, ആ മാല എടുത്തിട്ട് ഇവൻ്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത് ആ മാലയും കൊണ്ടുപോയിട്ട് ഇവൻ വിറ്റ് തിന്നപ്പോഴേ ആ പെൺകുട്ടി ചോദിച്ചു പോലും മാലക്ക്. അതിവന് ഭയങ്കര വിഷമമായി എന്നാണ് പറയുന്നത്. എന്നിട്ടും അതിനെ കൊലപ്പെടുത്തിയായിരുന്നു. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുത്തനെ സഹായിക്കാൻ പോയതിൻ്റെ ശിക്ഷയാണ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ പൊന്ന മക്കളെ, ഈ ന്യൂ ജനറേഷൻകാരോടാണ് ഞാൻ പറയുന്നത്. ഈ ആൺസുഹൃത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ആ സൗഹൃദം ഉണ്ടല്ലോ, വളരെ സൂക്ഷിക്കണം നിങ്ങൾ. ഇല്ലെങ്കിലില്ലേ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ്റെ ചുറ്റികൾക്ക് നിങ്ങൾ അടി കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഏതെങ്കിലും ഒരുത്തൻ്റെ ചുറ്റിക നിങ്ങളെ തലക്കേക്ക് പോകും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്തി നിങ്ങളെ വള്ളക്കേക്ക് കയറും. അത് മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ആൾക്കാരാണ് ഇവന്മാർ എന്ന് പറഞ്ഞാൽ തൊലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഇനിയും ഇങ്ങനെ വെളുപ്പിക്കരുത്. അതായത് ഇവനൊരു ക്രൂരനായ ക്രിമിനലാണ്. അഫാൻ എന്ന് പറയുന്നവൻ 23 വയസ്സുകാരനാണ്, ഈളക്കുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, അല്ലെങ്കിൽ നിസ്കരിക്കുന്നവനാണ്. ഒന്നുമില്ല, ഇവ ചെകുത്താനാണ് ഇവൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവ ചെകുത്താനാണ്. ഈ ചെകുത്താനെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഉമ്മാക്ക് മാത്രമാണ്, വേറെ ആർക്കും വേണ്ട. കാരണം ഉമ്മാക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ എനിക്കെന്താ തോന്നുക അറിയാം, ഈ മരിച്ചുപോയ 5 ആളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തവരാണ്. അതായത് ആർക്കും അവരെ പറ്റി ഒരു സങ്കടമില്ല, ഒരാൾക്ക് പോലുമില്ല. ഈ മരിച്ചുപോയ ആ ഒരു 5 പേര്, ആ ഒരു പാവം 90 വയസ്സായ ഒരു സ്ത്രീയുണ്ട്, അതുപോലെ തന്നെ ലത്തീഫ് എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഭാര്യ, പിന്നെ ഇവൻ്റെ അനുജൻ, പിന്നെ ഈ പെൺകുട്ടി. അപ്പോൾ അവരുടെ ഇതൊക്കെ കേൾക്കുമ്പോഴേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമം നിങ്ങളാന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇവൻ ഒരു കൂസലുമില്ലാതെ പറയുകയെന്ന്. ഞാൻ അവിടെ പിടിച്ചപ്പോൾ തന്നെ ലത്തീഫ് വീണ്, ഞാൻ അപ്പാടെ തന്നെ ഒരു അടിയും കൊടുത്ത്, പിന്നെന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഞാൻ കളഞ്ഞ്. എന്തൊരിത്! എൻ്റെ അഭിപ്രായത്തിലില്ല ഇവനെയൊക്കെ ഇല്ലേ എങ്ങനെയാ അത് പറയാൻ നിങ്ങളോട്? നിങ്ങൾ ഊഹിച്ചെടുത്തോ ഇവൻ എന്നാ ചെയ്യേണ്ടത്, നിങ്ങൾ ഊഹിച്ചെടുത്തോ. അതേ എനിക്ക് പറയാണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്തൂടെ പറയാൻ കഴിയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ഇതായി പോവായിരുന്നു. അത്രമാത്രം ദേഷ്യമുണ്ട് അവിടുന്ന്.
കാരണം ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇഞ്ചി 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 നമ്മൾ ബിരിയാണിക്കെല്ലാം മറ്റേ ഇഞ്ചിയും മറ്റേ ഇതെല്ലാം എന്നാൽ വെളുത്തുള്ളിയെല്ലാം ചതക്കുന്നില്ലേ ഇപ്പം, എന്നിട്ട് ഇവൻ്റെയൊക്കെ ആ ഒരു കൂസലില്ലായ്മ കാണണം. അതാണ് ഇന്ന് ദേഷ്യം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴേക്ക് ആ തള്ളേൻ്റെ ആ ഒരു പരിപാടി എന്താ വെച്ചാൽ എൻ്റെ മകൻ, അയ്യോ എൻ്റെ മകൻ ഇവിടെ, എനിക്ക് മകനെ കാണണം. 3 ദിവസം കഴിഞ്ഞാൽ ഈ തള്ള ആശുപത്രിയിൽ നിന്ന് വിടുന്നാണ് പറയുന്നത്. മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തള്ള പറയും എനിക്ക് എൻ്റെ മോനെ കാണണം, ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് തന്നെ പറയും. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെ സ്നേഹിക്കണം. അത് സ്നേഹിക്കലെന്ന് പറഞ്ഞാൽ ഒരുമാതിരി മറ്റേലെ സ്നേഹം ആകരുത് ഒരിക്കലും പറഞ്ഞ്. അതായത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ശാസിക്കേണ്ട സമയത്ത് നമ്മൾ ശാസിക്കണം, അതുപോലെ ഉപദേശിക്കേണ്ട സമയത്ത് നമ്മൾ ഉപദേശിക്കണം. മറ്റുള്ളവർ പറയുന്നത് നിൻ്റെ മോൻ പോക്ക് ശരിയല്ല, അതാ കിടക്കുന്ന വേറൊരുത്തൻ ഉണ്ടല്ലോ, ആൾ ശരിയല്ല, എൻ്റെ മോനും ഓൻ്റെ കൂടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ പറഞ്ഞവനെ നമ്മൾ കുറ്റം പറയല്ല വേണ്ടത്. നമ്മൾ അവരോട് ചോദിക്കണം, എങ്ങോട്ടാണ് പോകുന്നത്. ഒന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. കാരണം കുറേ നാൾ മുമ്പ് ഈ പത്തേമാരി എന്ന് പറയുന്ന സിനിമ വന്നിരുന്നു. ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ 2 ആൺമക്കളെ വളർത്തുകയാണ് ഉമ്മ. അതായത് മമ്മൂട്ടീൻ്റെ പിന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഭാര്യ. മമ്മൂട്ടി ഇവിടെ ഇല്ല. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഗൾഫിൽ നിന്നും ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞേ എന്നാണ് മക്കൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അച്ഛനെയൊന്നും വേണ്ട, അവർക്ക് പൈസ മതി. അതാണ് ഇന്നത്തെ തലമുറ, അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും നമ്മൾ പൈസേൻ്റെ വില അറിഞ്ഞിട്ട് തന്നെ വളർത്തണം. അല്ലാതെ ഒരു കാരണവശാലും നമുക്കുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ 10-80,000 റുപ്യ ഭർത്താവിൻ്റെ സാലറി അയാൾ മുഴുവൻ ഇങ്ങോട്ട് അയച്ചു തരുന്നു. ഇതെങ്ങനെയും ഒന്ന് തീർക്കണ്ടേ? പിള്ളേർ പോയിട്ട് അൽഫാം തിന്നട്ടെ, പിള്ളേർ പോയിട്ട് മന്തി തിന്നട്ടെ, പിള്ളേർ പോയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഭാര്യ കൊടുക്കരുത്. പൈസേൻ്റെ വില അറിഞ്ഞിട്ട് തന്നെ വളരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിലും നടന്നത് അത് തന്നെയാണ്. കാരണം ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലോണം ഭാര്യങ്ങ് കൊടുത്ത്, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഈ പീടിയെത്തിയിട്ട് തിന്നാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പല വീടുകളിലും നടക്കുന്നത്. പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരും ഭക്ഷണം കഴിക്കുന്നില്ല. അവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അൽഫാം, കുഴിമന്തി, അതുപോലെ തന്നെ ഷവർമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെടാ, ഇത് 100% തെറ്റാണ്. കാരണം പിള്ളേർ ഭക്ഷണം കഴിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇനി അടുത്ത നിങ്ങളെല്ലാവരും പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഓരോ അഫാമാരിങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മമാർ വളരെയധികം സൂക്ഷിക്കണം. കുട്ടികൾക്ക് പൈസ കൊടുത്തു വിടുമ്പോഴും അതുപോലെ അവന്മാരെ ഈ 10 മണിക്ക് ശേഷം ഒരു ട്യൂഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് ഇപ്പോഴും. അതുപോലെ എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ശേഷം ടർഫ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഇപ്പം. എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലാണ് ഇവരുടെ കളി മുഴുവൻ നടന്നത്. അമ്മാതിരി കോപ്രായത്തിനൊന്നും നിങ്ങൾ വിടണ്ട. നിങ്ങളെ മക്കളെ നാളത്തെ നല്ല പൗരന്മാരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇമാതിരി കോപ്രായത്തിനൊന്നും നിങ്ങൾ വിടണ്ട. കാരണം നിങ്ങൾ പറഞ്ഞാൽ മതി ഈ 6 മണിക്ക് ശേഷമുള്ള നിൻ്റെ ഒരു ഇടപാടും വേണ്ട, അങ്ങനെ നിന്ന് വളരാൻ പറ്റുമെങ്കിലും വളർന്നാൽ മതി എന്ന് കർശനമായിട്ട് പറയണം നമ്മൾ. അല്ലാതെ തോന്നിയതുപോലെ കയറൂരി വിടുക, എനിക്കൊരു പെൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു പണിയും ഒരു മണ്ണുമില്ല. ഈ ഉമ്മ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന് പൈസ കൊടുക്കുന്നതിന് പകരം ഇല്ലെങ്കിൽ കടം വാങ്ങിക്കുന്നതിന് പകരം പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യടാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പയ്യൻ ചിലപ്പോൾ നന്നായേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഒരു ജോലിക്കും പോയിട്ടുമില്ല. ഇവൻ നല്ല രീതിയിൽ ഇവിടെ ലാവിഷാക്കുകയും ചെയ്തു. അതാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് സംഭവിച്ച ഈ ദുരന്തത്തിൽ നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അഫാൻ എന്ന് പറയുന്ന നാറിയെ ഇത്രത്തോളം വെളുപ്പിച്ച് നടക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അവനൊരു ക്രിമിനലാണ്. ഈ മരിച്ചവരെ മുഴുവൻ ശത്രുക്കളും അവനോട് പൈസ ചോദിക്കുന്നു, അവനോട് മറ്റേത് ചോദിക്കുന്നു, അവനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഈ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡീസൻ്റ് അല്ല. അതുമാത്രം നിങ്ങൾ ആലോചിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ വളർത്തുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വളർത്തുക. കാരണം എന്താ വെച്ചാൽ കൂട്ടുകെട്ട് പോയി ചാടാൻ പാടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകെ നടക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തന്നെ ഇവനെ പൊലിപ്പിച്ച് എഴുതാതെ ഇവൻ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് അംഗീകരിക്കും. ഇവനൊരു ക്രൂരനാണ്, ഒരു ക്രിമിനലാണ് ഇവൻ അത്രയും നികൃഷ്ട ജീവിയാണ്. ഒരിക്കലും ഇവൻ നല്ലവനല്ല. ആ ഒരു പെൺകുട്ടിയുടെ മുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതോ ഒരു വീട്ടിൽ വളർന്ന പെൺകുട്ടിയെ ഇവൻ കൊണ്ടുവന്നിട്ട് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഒരു ക്രൂരന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അല്ലാതെ ലത്തീഫോ പൈസ ചോദിച്ചതിനൊന്നും അല്ല ഇവൻ തലക്കടിച്ചത്. ഇവൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. ഇവ പരമാവധി ആൾക്കാരെ കൊലപ്പെടുത്തുക, അത് തന്നെയാണ് ഇവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയെ പറഞ്ഞു വിടണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കട്ടിലിന് വീണതാണ് അതിൻ്റെ പുറകെ പോകണ്ട. അതാണ്. അപ്പോൾ ഇപ്പോൾ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ ഏതായാലും വീണു, ഇനി മകൻ പോയിട്ട് ജയിലിൽ കിടക്കണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.